അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർഹബൻ ബിക്കും. ഈദുൻ തയ്യിബ്, ഈദുൻ സഈദ്, ഈദുൻ മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും കുല്ല ആം അൻതും ബിഖൈർ. പരിശുദ്ധമായ ഒരു പെരുന്നാൾ കൂടി ആമോദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിമിഷങ്ങളെ പ്രദാനം ചെയ്തിട്ട് നമ്മിലേക്ക് കടന്നു വരികയാണ്. പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ടാകും നമുക്ക്. നാടോർമ്മകളുണ്ട്, കൂടോർമ്മകളുണ്ട്, ബാല്യകാലത്തിൻ്റെ ഓർമ്മകളുണ്ട്, ഗൃഹാതുരമായ ഒരുപാട് ഓർമ്മകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ഓർമ്മകളെ വലിച്ചിട്ടാണ് പെരുന്നാൾ ഓരോ വർഷവും നമ്മളിലേക്ക് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ പെരുന്നാളിന് ഒരു മൊഞ്ചുണ്ട്. പെരുന്നാളിൻ്റെ മൊഞ്ച് എന്ന് പറയുന്നത് ആരാധനയുടെ സുഹൃതത്തിലുണ്ട്, വെച്ചു നീട്ടി നൽകുന്ന ആതിഥ്യ മര്യാദയുടെ സുഹൃതത്തിലുണ്ട്. ഒരുപാട് പൊരുളുകൾ ഉള്ളതാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. അതിഥി ദേവോ ഭവ, അതിഥിയെയൊക്കെ ദൈവത്തെ പോലെ സങ്കല്പിക്കണമെന്ന സംസ്കാരത്തെയൊക്കെ ഉദ്ദീപിപ്പിക്കുന്നതാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. ആര് വന്നാലും വീട്ടിലേക്ക് വന്നാലും പെരുന്നാൾ ദിവസം ആര് എന്നില്ല, ആർക്കും ഏത് വിഭാഗം ആളുകൾക്കും ആ പെരുന്നാൾ കഴിക്കുന്നവൻ്റെ വീട്ടിലേക്ക് കയറി വരാം. കാരണം അവർക്കുള്ള ഭക്ഷണം മാത്രമല്ല ഉണ്ടാക്കിയത്. അന്നേ ദിവസം അവർ ഒരുപാട് ആളുകളെ കാത്തിരിക്കുകയാണ്. ആരും വരാം, ചിലപ്പോൾ വരാതിരിക്കാം, വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കാം, ചിലപ്പം വിരളമാവാം. അതൊക്കെ സ്വാഭാവികതയാണ്. പക്ഷെ പെരുന്നാൾ വെച്ചു നീട്ടലിൻ്റെ ഒരു ആതിഥ്യ മര്യാദയുടെ പൊരുള് അത് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പായസം വെക്കും, മധുരപാനീയങ്ങൾ വെക്കും, ഭക്ഷണം വെക്കും, പ്രധാന ഭക്ഷണങ്ങൾ മെയിൻ കോഴ്സുകളൊക്കെ പാചകം ചെയ്തു വെക്കും. എന്നിട്ട് അവർ പറയും ആരും വരാം. അന്നത്തെ രാത്രി വരെ ആരെയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന വീടകങ്ങളാണ് പെരുന്നാൾ മുഞ്ചുള്ള വീടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം നോമ്പ് അനുഷ്ഠിക്കൽ നിഷിദ്ധമാക്കിയ 2 ദിവസങ്ങൾ അത് പെരുന്നാളിൻ്റെ 2 ദിവസങ്ങളാണ്. അന്നേ ദിവസം നിങ്ങൾ അന്നപാനീയങ്ങളെ വർജിക്കാൻ പാടില്ല, ഭക്ഷിക്കണം. അമിതമായി ഭക്ഷിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ പട്ടിണി കിടക്കാൻ പാടില്ല. നിങ്ങളുടെ പരിസരങ്ങളിൽ ഒരാൾ പട്ടിണി കിടക്കുന്നവനായി ഉണ്ടാകാനും പാടില്ല. ഈ 2 സംസ്കാരവും നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? മനുഷ്യൻ ആതിഥ്യ മര്യാദയുടെ, ഹോസ്പിറ്റാലിറ്റിയുടെ ഗുണമറിയണം, അത് മറ്റുള്ളവരിലേക്ക് പ്രസരണം ചെയ്യണം. ഇങ്ങനെ ദീൻ ഒരു സമ്പർക്കത്തിൻ്റെ സമ്പന്നമായ സംസ്കൃതിയെ പ്രദാനം ചെയ്യുന്നുണ്ട്. ലൈസൽ ഐദു ബിൽ ഉദദി വൽ അദീദി വല ബിൽ ലുബ്സിൽ ജദീദി എന്ന് അറബികൾ പൊതുവെ പറയാറുണ്ട്. പെരുന്നാൾ എന്ന് പറയുന്നത് ഒരുപാട് ഉടയാടകളുടെ പ്രകടനപരതയല്ല, ഒരുപാട് സുഗന്ധദ്രവ്യങ്ങളിൽ ചാലിച്ച പ്രകടനങ്ങളല്ല, അതിലപ്പുറം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സംസ്കാരമാണ്. അതൊരാളെ ഉൾക്കൊള്ളാൻ കഴിയുക, ഒരാളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുക. ആര് എന്നില്ലാതെ, തറവാട്, ജാതി, മതം ഈ ഭേദങ്ങളൊന്നുമില്ലാതെ തുറന്നിട്ട് നമ്മുടെ പ്രധാന കവാടത്തിലൂടെ ആർക്കും നമ്മുടെ വീട്ടിലേക്ക് കയറി വരാൻ കഴിയുക. അവരെ മാനദണ്ഡങ്ങളില്ലാതെ നമുക്ക് സ്വീകരിക്കാനും സൽക്കരിക്കാനും സാധ്യമാവുക. അതാണ്. അല്ലാതെ ബിൽ ഉദദി വൽ അദീദ് വല ബിൽ ലുബ്സിൽ ജദീദ് ഇതുകൊണ്ടൊന്നുമല്ല. കുറേ പ്രകടന പരതകളല്ല. പിന്നെ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു, പുതിയതായ സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടുന്നു, സ്ത്രീകൾ മൈലാഞ്ചി ചോപ്പ് കൊണ്ട് കയ്യിനെ ചാരുചിത്രങ്ങളാക്കുന്നു. ഇതൊക്കെ പെരുന്നാളിൻ്റെ അലങ്കാരങ്ങളാണ്, അടിസ്ഥാനങ്ങളല്ല. പെരുന്നാളിൻ്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. പെരുന്നാളിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തറാണ്. ഫിത്തർ സക്കാത്ത്. ഫിത്തർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ സക്കാത്തുൽ ഫിത്തർ തുഹറത്തുൽ ലിസ്വാഇം, അവൻ്റെ നോമ്പിൻ്റെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളെ നിസ്കാരത്തിൽ നമുക്ക് എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ സഹുവിൻ്റെ സുജൂദ് നമ്മൾ ചെയ്യും പോലെയാണ്. ഒരാളുടെ നോമ്പിൽ എന്തെങ്കിലും ഈ 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിൽ അയാൾക്ക് എന്തെങ്കിലും ന്യൂനതകളോ പാളിച്ചകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ളതാണ് നമ്മുടെ സക്കാത്തുൽ ഫിത്തർ. അത് ഓരോ വ്യക്തിക്കും കൊടുക്കണം. 4 മുദ്ദ് അഥവാ ഒരു സ്വാഴ്. ഓരോ അരിക്കും ഓരോ വ്യത്യസ്ത രീതിയാണ്, പക്ഷെ അത് കൊടുത്തു തീർക്കണം. കാരണം എന്താ? അത് നമ്മുടെ കടമയാണ്, നമ്മുടെ ബാധ്യതയാണ്. അതോടുകൂടെയാണ് ഒരു മനുഷ്യൻ്റെ റമളാൻ ഉയർത്തപ്പെടുന്നത്, അള്ളാഹുവിലേക്ക് തീർത്തു എത്തുന്നത്. ഫിത്ർ സക്കാത്ത് കൂടി കൊടുത്ത് തീർക്കലോടുകൂടെയാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള ആതിഥ്യ മര്യാദയുടെയും ക്രയവിക്രയങ്ങളുടെയും സ്നേഹത്തിൻ്റെ ആദാന പ്രദാനങ്ങളുടെയും വലിയ ഒരു മര്യാദയെ വിഭാവനം ചെയ്യുന്ന ഈ പെരുന്നാൾ നമുക്ക് ഉള്ളിൽ മൊഞ്ചുള്ളതായി മാറട്ടെ. എല്ലാവർക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ പ്രാർത്ഥനാപൂർവ്വം നേർന്ന് ഉപസംഹരിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.